ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മെഗാ സ്വർണ്ണമഴയിലേക്ക് സ്വാഗതം. എന്നും പുതുമകൾ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട മലയാളികൾക്ക് ഒട്ടേറെ പുതുമകളുമായി നിങ്ങളുടെ അറിവും കഴിവും മാറ്റുരയ്ക്കാൻ ഒരു പുതിയ വേദി. മെഗാ സ്വർണ്ണമഴയിൽ ആകെ പങ്കെടുക്കുന്നത് 100 കുടുംബങ്ങൾ മാത്രം. 2 പാദങ്ങളുള്ള ഓരോ സർഗത്തിനും 200 ഗ്രാം സ്വർണ്ണ സമ്മാനങ്ങൾ. ആദ്യഘട്ട വിജയികളെല്ലാം സെമി ഫൈനലിലേക്ക്. അവിടെ ഓരോ സർഗത്തിനും 250 ഗ്രാം സ്വർണ്ണ സമ്മാനങ്ങൾ. സെമിയിലെ വിജയിലേക്ക് ഫൈനലിൽ കാത്തിരിക്കുന്നത് എന്താണെന്നറിയോ? 1 കിലോ സ്വർണ്ണ സമ്മാനം. എല്ലാ സർഗങ്ങളിലും പ്രേക്ഷകരായ നിങ്ങൾക്കുമുണ്ട് ഉറപ്പായും സ്വർണ്ണ സമ്മാനങ്ങൾ. മെഗാ സ്വർണ്ണമഴയുടെ ആദ്യ സർഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ 5 സംഘങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മിസ്റ്റർ ജേസൺ നയിക്കുന്ന പേൾ ടീം ഫ്രം കൊല്ലം, മിസ്റ്റർ ബിനു നയിക്കുന്ന കോറൽ ടീം ഫ്രം പോത്തൻകോട്, മിസ്റ്റർ അശോകൻ നയിക്കുന്ന റൂബി ടീം ഫ്രം ആലുവ, മിസ്റ്റർ ഫൈസൽ മുഹമ്മദ് നയിക്കുന്ന എമറാൾഡ് ടീം ഫ്രം പന്തളം, മിസ്റ്റർ ഗോപകുമാർ നയിക്കുന്ന ഡയമണ്ട് ടീം ഫ്രം കോഴിക്കോട്. സ്വാഗതം. ഈ ടീമുകളുടെ കുട്ടീസാണ് ഇവിടെ നിൽക്കുന്നത്. ഇവരിൽ നിന്നും ഒരു സംഘം തീർച്ചയായും സെമി ഫൈനലിൽ എത്തും. ഒരുപക്ഷെ അവരാവാം ഫൈനലിൽ ബമ്പർ സമ്മാനമായ 1 കിലോ സ്വർണം സമ്മാനമായി നേടുന്നത്. അപ്പോ എല്ലാരും റെഡിയാണല്ലോ? കുട്ടിപ്പട്ടാളം റെഡിയാണോ? അപ്പൊ നമുക്ക് തുടങ്ങാം മെഗാ സ്വർണ്ണമഴയുടെ 1ാം ഘട്ടം. ഈ ഘട്ടത്തിൽ എല്ലാവർക്കും ഓരോ ചോദ്യങ്ങളാണ്. പാസിംഗ് ഇല്ല. ഓരോ ശരിയുത്തരത്തിനും 1000 പോയിന്റ്സ്. സാധാരണ നമ്മൾ ഹരിശ്രീ കുറിക്കുന്നത് കുട്ടികൾക്കാണല്ലോ. മെഗാ സ്വർണ്ണമഴയുടെ ആദ്യഘട്ടവും നമുക്ക് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ അവസരം പേൾ ടീമിലെ കുട്ടിക്കാണ്. എന്താ മോന്റെ പേര്? ജിബിൻ ബാബു. ജിബിൻ ബാബു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th സ്റ്റാൻഡേർഡ്. 5th സ്റ്റാൻഡേർഡ്. ഓക്കെ. എന്താ ജിബിൻ ബാബുയുടെ ഹോബീസ്? സിനിമ കാണും, പിന്നെ ക്രിക്കറ്റ് കളിക്കും, പിന്നെ പിന്നെ പാട്ട് ഡാൻസ് ഒന്നും ഇല്ല? പാട്ട് പാടും. പാട്ട് പാടും. ആ ശരി, ഓക്കെ. അപ്പൊ പാട്ട് കേൾക്കട്ടെ. ആറ്റിൻകരയോരത്തു ചാറ്റിൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ, മരിവില്ലുമേഞ്ഞൊരു മൺകുടിരിഞ്ചാലയം മെല്ലെ മെല്ലെ തുടർന്നു, കാണാതെ കാണാൻ എന്തു മോഹം, കാണുമ്പോൾ ഉള്ളിനുള്ളിൽ നാണം. ഇത്രേ ഉള്ളൂ? നാണം വരെ ഉള്ളൂ? ബാക്കി പറഞ്ഞുപോയോ? എനിവേസ് അസലായിരുന്നു കേട്ടോ, നല്ല തുടക്കമായിരുന്നു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ റൗണ്ടിലോട്ട് കിടക്കാം. കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏത്? കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ വിഷു, ഓപ്ഷൻ ബി ഓണം, ഓപ്ഷൻ സി ദീപാവലി, ഓപ്ഷൻ ഡി തൈപ്പൊങ്കൽ. ഓപ്ഷൻ ബി ഓണം. ഓപ്ഷൻ ബി ഓണം. ഓണം കറക്റ്റ് ആൻസർ. ഓണമൊക്കെ വരുമല്ലേ? എന്താ പരിപാടി? ഓണക്കോടിയൊക്കെ എടുത്തോ? എടുക്കണം അല്ലേ? ശരി, ഓക്കെ. അപ്പൊ പേൾ ടീമിന് 1000 പോയിന്റ്സ്. വോളിയം പോരാട്ടോ, നന്നായിട്ട് കൈകൊട്ടണം. ശരി, നമുക്കിനി കോറൽ ടീം. മോന്റെ പേര് പറയൂ. എന്റെ പേര് അജിൽ രാജ്. അജിൽ രാജ്. എന്തൊക്കെയാ അജിൽ രാജിന്റെ ഹോബീസ്? ഞാൻ പാട്ട് പാടും, സ്റ്റാമ്പ് കളക്ഷൻ. സ്റ്റാമ്പ് കളക്ഷൻ. ഓക്കെ. പാട്ട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? അതെയാ? പ്രൈസ് ഒക്കെ കിട്ടാറുണ്ടോ? ആ, എന്നാ പിന്നെ എന്തായാലും നമ്മളൊരു പാട്ട് കേട്ടേ പറ്റുള്ളൂ. കേക്കട്ടെ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? അമ്പലപ്പുഴ. അമ്പലപ്പുഴ. വെരി ഗുഡ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു ചെയ്യുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിരുന്നു. ഒരു ഫീമെയിൽ കൂടെ വേണ്ടായിരുന്നു. ചേച്ചി പാടിയനെ, പക്ഷെ ശരിയല്ല. എനിവേസ്, ഞാൻ ചോദിക്കട്ടെ, താഴെ പറയുന്നവയിൽ നീന്താൻ അറിയാത്ത മൃഗം ഏത്? ഓക്കെ. ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി കടുവ, ഓപ്ഷൻ സി ഒട്ടകം, ഓപ്ഷൻ ഡി നായ. ഓപ്ഷൻ സി ഒട്ടകം. ഓപ്ഷൻ സി ഒട്ടകം. എന്തുകൊണ്ടായിരിക്കും? ഒട്ടകം നീന്തില്ലേ? മരുഭൂമിയിലെ. ആ
ഒട്ടകം മരുഭൂമിയിലല്ലേ, വെള്ളം കണ്ടിട്ട് വേണ്ട നീന്താൻ. ശരി ഉത്തരാണ്. വെരി ഗുഡ്. ഓക്കെ, കോറൽ ടീമിന് 1000 പോയിന്റ്സ്. റൂബി ടീമിന് നല്ല സുന്ദരി കുട്ടിയെ പേര് പറയൂ. എന്റെ പേര് അനശ്വര. അനശ്വര. അനശ്വര ഏത് ക്ലാസ്സിലാണ്? 7th സ്റ്റാൻഡേർഡ്. എന്തൊക്കെയാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? റീഡിംഗ്, സ്റ്റാമ്പ് കളക്ഷൻ. സ്റ്റാമ്പ് കളക്ഷൻ ആൻഡ് റീഡിംഗ്. എന്ത് ടൈപ്പ് ബുക്സാ വായിക്കുക? സ്റ്റോറി ബുക്സ്. സ്റ്റോറി ബുക്സ് എന്ത് ബുക്കാണെങ്കിലും കുഴപ്പമില്ല. ഫിക്ഷൻ, നോവൽ, അതൊന്നും പ്രശ്നമില്ല അല്ലേ? എനിവേസ്, ഞാൻ ചോദ്യം ചോദിക്കട്ടെ. താഴെ പറയുന്നവയിൽ ചാടാൻ അറിയാത്ത മൃഗം ഏത്? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി കുതിര, ഓപ്ഷൻ സി കങ്കാരു, ഓപ്ഷൻ ഡി പൂച്ച. ഓപ്ഷൻ എ ആന. കറക്റ്റ് ആൻസർ. യെസ്, 1000 പോയിന്റ്സ്. റൂബി ടീമിന് 1000 പോയിന്റ്സ് കിട്ടിയിരിക്കുന്നു. അടുത്തത് എമറാൾഡ് ടീമിന്റെ ഊഴമാണ്. അതിനു മുമ്പ് മോളുടെ പേര് പറഞ്ഞില്ലല്ലോ, എന്താ അവിടെ പേര്? ഫാത്തിമ ഫൈസൽ. ശരി, അപ്പൊ ഞാൻ എന്തായാലും ചോദ്യം ചോദിക്കട്ടെ. ക്രിക്കറ്റ് കാണാറുണ്ടോ? അതെന്താ അത്? അശ്ശോ, സാരമില്ല, എന്തായാലും ക്രിക്കറ്റ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയായിരിക്കും കേട്ടോ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഓപ്ഷൻ എ രാഹുൽ ദ്രാവിഡ്, ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ, ഓപ്ഷൻ സി വീരേന്ദ്ര സേവാഗ്, ഓപ്ഷൻ ഡി യുവരാജ് സിംഗ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ രാഹുൽ ദ്രാവിഡ്. രാഹുൽ ദ്രാവിഡ് ശരിയായ ഉത്തരാണ്. ഓക്കെ, എമറാൾഡ് ടീമിന് 1000 പോയിന്റ്സ്. നമ്മൾ ഇനി ഡയമണ്ട് ടീമിലോട്ടാണ് പോകുന്നത്. ഡയമണ്ട് ടീമിലെ കുട്ടിയുടെ പേരെന്താ? ശ്രീലക്ഷ്മി. പാട്ട് പാടുമോ മോള്? ഇല്ല, റെഡി ആൻസർ ആണ്. ഹോബീസ് എന്തൊക്കെയാ മോളുടെ? വായിക്കും. നല്ല ശീലാണ്. എന്തായാലും ചോദ്യത്തിന് ഉത്തരം അപ്പൊ എന്തായാലും റെഡി ആയിട്ട് കിട്ടണം കേട്ടോ. എനിക്ക് ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം വരണേ. ചോദിക്കട്ടെ, നോക്കൌട്ട് ഏത് കായിക രംഗവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദമാണ്? ഓപ്ഷൻ എ വാൾപ്പയറ്റ്, ഓപ്ഷൻ ബി ക്രിക്കറ്റ്, ഓപ്ഷൻ സി ഹോക്കി, ഓപ്ഷൻ ഡി ബോക്സിംഗ്. ബോക്സിംഗ്. യെസ്, ബോക്സിംഗ് ശരിയായ ഉത്തരം. 1000 പോയിന്റ്സ്. ശരി, അടുത്ത ഊഴം ദമ്പതികളുടേതാണ്. ഓരോ സംഘത്തിലെ ഒരാൾക്ക് ദൃശ്യത്തിലൂടെയോ ശബ്ദത്തിലൂടെയോ ഒരു പ്രത്യേക ചോദ്യം ഉണ്ടാവും. ആദ്യം മത്സരിക്കാൻ എത്തുന്നത് സംഘത്തിലെ ശ്രീമതികളാണ്. വരൂ. നമുക്ക് ആദ്യം പരിചയപ്പെടാം അല്ലേ? ടീം പേൾ പറയൂ. ടോമോൾ ജെയ്സൺ. ടോമോൾ ജെയ്സൺ നഴ്സിംഗ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തൊക്കെയാ ഹോബീസ്? ലിസണിംഗ് മ്യൂസിക്, വാച്ചിങ് TV. എനിവേസ്, ഞാൻ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കട്ടെ. തെലങ്കാന ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി കർണാടകം, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. തമിഴ്നാട്. ഐ എം സോ സോറി, ഉത്തരം തെറ്റാണ്. ആന്ധ്രാപ്രദേശ് ആണ് ശരിയായ ഉത്തരം. സാരല്ല, നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻ റൗണ്ട് ഉണ്ടല്ലോ, അതിൽ സ്കോർ ചെയ്യാം. ഓക്കെ, ശരി, നമുക്ക് കോറൽ ടീമിലോട്ട് കടക്കാം. പേര് പറയോ? എന്റെ പേര് സൗമ്യ. കോറൽ ടീമിലെ ശ്രീമതിയായ സൗമ്യയോടാണ് അടുത്ത പ്രത്യേക ചോദ്യം. മോണിറ്ററിലോട്ട് ശ്രദ്ധിക്കൂ. ശ്രദ്ധിച്ചോ? ലോക പ്രശസ്തമായ ഈ ക്ഷേത്രം ഏത് നഗരത്തിലാണുള്ളത്? മനസ്സിലായോ ക്ഷേത്രം ഏതാന്ന്? അക്ഷരധാം ക്ഷേത്രമാണ്. ഇത് ഈ നൂറ്റാണ്ടില് പണിയിപ്പിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ്. 100 കോടി ചെലവിലാണ് ഈ ക്ഷേത്രം പണിയിപ്പിച്ചിരിക്കുന്നത്. എവിടെയാണെന്നറിയോ? മുംബൈ. സൗമ്യ തെറ്റാണ്. സൗമ്യ, ഉത്തരം ഡൽഹിയാണ്. നമ്മുടെ തലസ്ഥാന നഗരി ഡൽഹി. റൂബി ടീമിലോട്ട് കടക്കാം. എന്താ മാഡത്തിന്റെ പേര്? സുഭജ. മാഡം എന്തിനു വർക്ക് ചെയ്യുന്നു? ടീച്ചറാണ്. ടീച്ചറാണോ? സ്ട്രിക്റ്റ് ആയ ടീച്ചറാണോ? കുഴപ്പമില്ല. കുഴപ്പമില്ല, അത് കുട്ടികളെല്ലാം പറയണ്ട. അടിക്കോ? അമ്മ അടിക്കോ മോളെ? അടിക്ക. ചോദ്യത്തിന് മുമ്പ് ഉത്തരം വന്നു കഴിഞ്ഞു. അടിച്ചാ പഠിപ്പിക്കണേ? ഇപ്പൊ ഒരു നമ്മള് സൈക്കോളജിസ്റ്റ് ഒക്കെ പറയാനല്ലോ കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന്. അതിനോട് മാഡത്തിന്റെ അഭിപ്രായം എന്താ? ശരിയാണ്, അടിക്കാൻ പാടില്ല അല്ലെ? അതെന്തുകൊണ്ടായിരിക്കും? നമ്മളെയൊക്കെ അടിച്ചല്ലേ വളർത്തിയിരിക്കുന്നേ. ഞാനൊക്കെ കൊണ്ടിരിക്കുന്ന അടിക്കുന്ന കൈയും കണക്കില്ല. അടിക്കാൻ പാടില്ല അല്ലെ? ശരി, ഓക്കെ, അത് നല്ല പോളിസിയാണ്. അപ്പൊ അമ്മ പറയുന്നത് അടിക്കാൻ പാടില്ല, പക്ഷെ അമ്മ മോളെ അടിക്കും കേട്ടോ. എനിവേസ്, നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം.
ഇന്ത്യയിൽ ആദ്യമായി കാർട്ടൂണുകൾക്ക് മാത്രം വാരിക ആരംഭിച്ച വ്യക്തി ആര്? ഓപ്ഷൻ എ ശങ്കർ, ഓപ്ഷൻ ബി ടോംസ്, ഓപ്ഷൻ സി യേശുദാസൻ, ഓപ്ഷൻ ഡി ലക്ഷ്മണൻ. ലക്ഷ്മണൻ. ടീച്ചർ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ശങ്കർ, ശങ്കേഴ്സ് വീക്ക്ലി. ഇതാണ് ശരിയായ ഉത്തരം. സാരല്ല, നമുക്ക് ടീം ഡി എമറാൾഡ് ടീമിലോട്ട് കടക്കാം. എന്താ മാഡത്തിന്റെ പേര്? എന്റെ പേര് ഫ്രീന ഫൈസൽ. ആഹാ, ഞാൻ വീട്ടമ്മയാണ്. വീട്ടമ്മയാണ്. ഏത് ഭക്ഷണമാണ് അസലായിട്ട് ഉണ്ടാക്കുന്നത്? ഭർത്താവിനോടാ ചോദിക്കണ്ടേ അല്ലേ? ചെമ്മീൻ ബിരിയാണി. ാണ് മോള്. മോൾക്ക് എല്ലാത്തിനും നാളെ വേണം ഉത്തരം. അപ്പൊ എന്തായാലും ഒരു തവണ എന്നെയും കൂടെ വിളിക്കണം കേട്ടോ കഴിക്കാൻ. ആൻസർ കേട്ടില്ല, സാരല്ല പോട്ടെ. ശരി, അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. മോണിറ്ററിലോട്ട് ശ്രദ്ധിക്കണം, ദൃശ്യത്തിലൂടെയുള്ള ചോദ്യമാണ്. കാണുന്നില്ലേ? ഇനി ഞങ്ങൾ വിളിട്ട് കൊല്ലാക്കൊല ജയിക്കണോ? ഞാൻ വിളിക്കണം സാർ. മേലാളന്മാര് മാളികപ്പുറത്തുണ്ടാവും. എന്ത് ചെയ്യണമെന്ന് ചോദിക്ക്. കിട്ടുന്നില്ലടോ ആരും. Then you give order. തോക്കും പിടിപ്പിച്ച് ഇവരെ എവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇവർ നോക്കുത്തികളെ പോലെ നിൽക്കാനല്ലോ. വെള്ളം ഇല്ലെങ്കിൽ ഇതൊരു ചോര കളവാകും. ജനങ്ങൾ വെട്ടിക്കരി ചാവും. അടുത്തത് പെട്രോൾ ബങ്കാണ്. ഈ ടൗൺ മുഴുവൻ കത്തി നശിക്കും. പഴയതാന്ന് മനസ്സിലായോ? ഏതാ? ഇൻസ്പെക്ടർ ബൽറാം. ഇൻസ്പെക്ടർ ബൽറാം. ശരിയാണോ? ശരിയാണ്. അപ്പൊ ചോദ്യം എന്താണെന്നറിയോ? ചോദ്യം അതല്ല. ഈ ചിത്രം സംവിധാനം ചെയ്തത് ആര്? ജോഷി. ഉത്തരം ശരിയാണോ? ഐ.വി. ശശിയാണ്. ഹസ്ബൻഡ് പറയണോ ഐ.വി. ശശിയാണ്? ഇത്തവണ ഹസ്ബൻഡ് ആണ് കറക്റ്റ്. ഐ എം സോറി ഫ്രീന, ഐ.വി. ശശിയാണ് ശരിയായ ഉത്തരം. ഫ്രീന ജോഷി എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഹസ്ബൻഡ് പറഞ്ഞ ഉത്തരം ശരിയാണ്, പക്ഷെ പോയിന്റ് വരാൻ പറ്റില്ല. ഐ എം സോറി. സാരല്ല. അപ്പോ നമുക്ക് എമറാൾഡ് ടീമിന് ഇപ്പൊ പോയിന്റ് ഒന്നും ലഭിച്ചിട്ടില്ല. ഡയമണ്ട് ടീമിലോട്ട് കടക്കാം. മാഡം പേര് പരിചയപ്പെടുത്തുവോ? പേര് ആഗി. ആഗി എന്ത് ചെയ്യുന്നു? ജോലിയൊന്നും ചെയ്യുന്നില്ല. ഹൗസ് വൈഫാണോ? ആഹാ. ഞാൻ ചോദ്യത്തിലോട്ട് കിടക്കട്ടെ. കേരളത്തിന്റെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ ഗവർണർ, ഓപ്ഷൻ ബി മുഖ്യമന്ത്രി, ഓപ്ഷൻ സി ധനകാര്യമന്ത്രി, ഓപ്ഷൻ ഡി ധനകാര്യ സെക്രട്ടറി. മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി എന്ന് പറയുന്നു. സംശയം വേണ്ട സാർ, ഉത്തരം ശരിയാണ്. ശ്രീമതിമാരിൽ ഡയമണ്ട് ടീമിന് മാത്രമേ പോയിന്റ്സ് ലഭിച്ചിട്ടുള്ളൂ. 1000 പോയിന്റ്സ്. ഇനി അടുത്തത് സംഘനായകന്മാരുടെ ഊഴാണ്. വരൂ. പേൾ ടീം ജെയ്സൺ. ജെയ്സൺ എന്ത് ചെയ്യുന്നു? ഞാൻ ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ശരി, ഓക്കെ. ഇതിപ്പോ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ ഓപ്ഷൻ ഇല്ല. മോണിറ്ററിലോട്ട് ശ്രദ്ധിക്കണം. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്കായുസുണ്ടാകും എന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നീ വാ. അച്ഛന്റെ കാൽവരലിലെ 2 3 നഖം വെട്ടിത്തരാൻ ഞാൻ കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം. നിനക്ക് ആശ തീർക്കാം. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ്. നിങ്ങൾ കണ്ട ദൃശ്യങ്ങൾ ഏത് ചിത്രത്തിലേതാണ്? നരസിംഹം. നരസിംഹം ശരിയായ ഉത്തരമാണ്. വേൾഡ് ടീമിന് 1000 പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നു. നമുക്ക് കോറൽ ടീമിലോട്ട് കടക്കാം. സാറിന്റെ പേര് പറയോ? എന്റെ പേര് ബിനു. ആഹാ. ഞാൻ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യും. ശരി സർ, ഞാൻ ചോദ്യം ചോദിക്കാം. മനസ്സിനക്കരെ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആര്? ഓപ്ഷൻസ് എന്ന ചോദ്യമാണ്. എ സിബി മലയിൽ, ഓപ്ഷൻ ബി കമൽ, ഓപ്ഷൻ സി സത്യൻ അന്തിക്കാട്, ഓപ്ഷൻ ഡി ജയരാജ്. ഓപ്ഷൻ ബി കമൽ. എന്ത് പറയണം? സി സത്യൻ. സി സത്യൻ അന്തിക്കാട്. സൗമ്യ പറഞ്ഞാണ് ശരിയായ ഉത്തരം, പക്ഷെ എനിക്ക് പോയിന്റ്സ് തരാൻ പറ്റില്ല. കാരണം കോറൽ ടീമിലെ നായകൻ പറഞ്ഞിരിക്കുന്നത് കമൽ എന്ന ഉത്തരമാണ്. അത് തെറ്റായ ഉത്തരമാണ്. ശരിയായ ഉത്തരം സത്യൻ അന്തിക്കാടാണ്. ഓക്കെ. റൂബി ടീമിലെ സാറിനെ നമുക്ക് പരിചയപ്പെടാം. അശോകൻ, ആലുവയിൽ ബാങ്കിൽ ജോലി ചെയ്യുന്നു. വടകരയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. സാർ പാട്ട് പാടുവോ? പാടാം. പാടൂ. പൊന്നിൽ കുളിച്ച രാത്രി, പുളകം വിരിഞ്ഞ രാത്രി, ഈറന്നിലാവും തേന്മലർ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി. അസലായിട്ടുണ്ട്. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനിലൊക്കെ പാടാറുണ്ടോ?
പാട്ട് സംഘടിപ്പിക്കും. പാട്ട് സംബന്ധമായുള്ള ഒരു ചോദ്യം തന്നെ ഞാൻ തരാം. ഓക്കെ, സാറിനുള്ള ശബ്ദം ശ്രദ്ധിക്കുക. സൗണ്ട് ക്ലിപ്പിംഗ്. നല്ല പാട്ടില്ലേ? ഏത് സിനിമയിലാന്ന് അറിയോ? ഉത്തരം ശരിയാണ്, പക്ഷെ ചോദ്യം അതല്ല. ഈ ഗാനം ആലപിച്ചത് ആര്? ചിത്ര. ഉറപ്പാണോ? ശരിയായ ഉത്തരം ചിത്ര. മൂവി ടീമിന് 1000 പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. നമുക്ക് എമറാൾഡ് ടീമിലെ നായകനെ പരിചയപ്പെടാം. പേര് പറയോ? എന്റെ പേര് ഫൈസൽ മുഹമ്മദ്. ഫൈസൽ മുഹമ്മദ്. ഞാൻ വിദേശത്ത് വർക്ക് ചെയ്യുന്നു. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. ഓപ്ഷൻ ഉള്ള ചോദ്യമാണ്. മിറാഷ് 2000 എന്നാൽ എന്ത്? ഓപ്ഷൻ എ കപ്പൽ, ഓപ്ഷൻ ബി യുദ്ധവിമാനം, ഓപ്ഷൻ സി മിസൈൽ, ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ. തീർച്ചയായിട്ടും അത് യുദ്ധവിമാനം തന്നെയാണ്. യുദ്ധവിമാനം തന്നെ ഉറപ്പിച്ചു പറയാണ് അല്ലേ? ആരെന്ത് പറയുന്നു? എല്ലാം സാറ് പറയുന്ന പോലെ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. എമറാൾഡ് ടീമിന് 1000 പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഡയമണ്ട് ടീമിലെ നായകനെ പരിചയപ്പെടാം. സാറ് പേര് പറയോ? എന്റെ പേര് ഗോപകുമാർ. യെസ്. ഞാൻ വന്നിരിക്കുന്നത് പേരാമ്പ്ര, കോഴിക്കോട് ജില്ലയിൽ നിന്നും. ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യുന്നു. എന്താ വേറെ ഹോബീസ് ഒക്കെ? പാട്ട് കേൾക്കും, സ്പോർട്സിനോട് താല്പര്യമുണ്ട്. സാറ് ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. സാറിന്റെ സൗണ്ട് ക്ലിപ്പിംഗ് കേട്ടോളൂ കേട്ടോ. തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. ഈ ഗാനം ഏത് ചിത്രത്തിലേതാണ്? ഈ പുഴയും കടന്ന്. എന്ത് പറയുന്നു? ഈ പുഴയും കടന്ന്. ഈ പുഴയും കടന്ന്. രണ്ടുപേരും ഒരേപോലെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ശരിയായ ഉത്തരം. ഡയമണ്ട് ടീമിന് 1000 പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നു. ഇതോടുകൂടി മെഗാ സ്വർണ്ണമഴയുടെ ഒന്നാമത്തെ ഘട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. ഏതൊക്കെ ടീമിന് എത്രയൊക്കെ പോയിന്റ്സ് ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാത്തിരിപ്പ്.